നമസ്കാരം. ഇന്നൊരു ഈസി ടിപ്സ് വീഡിയോ ആണ്. നമ്മൾ അരി വർക്കേഴ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് സിൽക്ക് ത്രെഡ്. ഞാനിവിടെ സിൽക്ക് ത്രെഡ് ഒരു ബോക്സിലാണ് കേട്ടോ ഇട്ട് വെച്ചിരിക്കുന്നത്. കാരണം നമ്മൾ സ്ഥിരം വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സിൽക്ക് ത്രെഡ് ഉണ്ടായിരിക്കുമല്ലോ നമ്മുടെ കയ്യിൽ. അപ്പോൾ അത് ഇതുപോലെ ഒരു ബോക്സിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. പക്ഷേ ബോക്സിൽ ഫുള്ള് കെട്ട് വീണാണ് ഈ ഒരു സിൽക്ക് ത്രെഡ് ഉള്ളത്. ഞാൻ എപ്പോഴും ഇത് ക്ലീൻ ചെയ്യുന്നത് വീക്ക്ലി വൺസ് ആയിരിക്കും. മൺഡേ ടു ഫ്രൈഡേ എപ്പോഴും വർക്കും ക്ലാസ്സും ഒക്കെ ആയിട്ട് പോകും. ബാക്കി സാറ്റർഡേ സൺഡേ ആയിരിക്കും ഈ ഒരു ബോക്സ് ഞാൻ ക്ലീൻ ചെയ്തെല്ലാം അടുക്കി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളൊരു പ്രശ്നം, ത്രെഡ് കുറേ വേസ്റ്റായി പോകും. ത്രെഡ് ഫുള്ള് നൂലിങ്ങനെ പുറത്തേക്ക് സ്പ്ലിറ്റായി ഫുള്ള് ഇതുപോലെ കെട്ട് വീണ് കിടക്കും. ഇതുപോലെ ആയിരിക്കും നൂല് കിടക്കുന്നത്. നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീണ്ടും എല്ലാം ഇതേപോലെ മിക്സ് ആവുകയും ചെയ്യും. അതുപോലെ കുറേ ത്രെഡ് വേസ്റ്റായിട്ട് പോവുകയും ചെയ്യും. ഇതേപോലെ കണ്ടോ ഊരി കിടക്കുന്നത്, കുറേ ത്രെഡ് വേസ്റ്റായി പോകും. ഇത് നമ്മൾ അടുക്കി വെക്കുമ്പോൾ എപ്പോഴും ത്രെഡ് കുറേ കട്ട് ചെയ്ത് കളഞ്ഞിട്ടാണ് വീണ്ടും അടുക്കി വെക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് വീക്ക് അതേ അവസ്ഥ തന്നെയാണ് കേട്ടോ. ചിലപ്പോൾ ത്രെഡ് ഡാമേജും വരാറുണ്ട്. ആ ത്രെഡിൻ്റെ സ്മൂത്ത്നെസ് ഒക്കെ പോയി റഫാവും, അല്ലെങ്കിൽ ത്രെഡ് സ്പ്ലിറ്റ് ആവും. നമുക്ക് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പം ആ ഒരു ഷൈനിങ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനും പറ്റാറില്ല, ത്രെഡ് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ സിൽക്ക് ത്രെഡ് ഇതുപോലെ വേസ്റ്റായി പോകാതെയും അതുപോലെ കെട്ട് വീഴാതെയൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് ചെറിയൊരു ടിപ്സ് ചെയ്താൽ മതി. അതിന് നമുക്ക് ആവശ്യമുള്ളത് പേപ്പർ ടേപ്പാണ് കേട്ടോ. പേപ്പർ ടേപ്പ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിന് അറ്റത്തും ചെറിയൊരു പീസ് മതി. ഇതിപ്പോൾ ഞാൻ ഒരു 1/2 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തതാണ്. ഇതിൻ്റെ പകുതിയായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇനി സിൽക്ക് ത്രെഡിൽ നമ്മൾ ചുറ്റിയ ലാസ്റ്റ് സൈഡ് ത്രെഡ് ഇതുപോലെ തീർന്ന് ലാസ്റ്റ് വരുമ്പോൾ ആ അറ്റത്തേക്ക് പേപ്പർ ടേപ്പ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ സിൽക്ക് ത്രെഡ് ഒട്ടിക്കുകയാണെങ്കിൽ കെട്ട് വീഴാതെ നമുക്ക് ത്രെഡ് സൂക്ഷിക്കാൻ പറ്റും. ഇനി നമുക്ക് ത്രെഡ് യൂസ് ചെയ്യേണ്ടപ്പോൾ ഇതിൽ നിന്ന് ഇതേപോലെ അഴിച്ചെടുത്ത് എവിടെയെങ്കിലും നമ്മൾ ഒട്ടിച്ച് വയ്ക്കുക. അതിനുശേഷം യൂസ് ചെയ്തതിന് ശേഷം വീണ്ടും ഇതേപോലെ നൂല് ചുറ്റി അറ്റത്ത് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ സിൽക്ക് ത്രെഡ് കെട്ട് വീഴുകയില്ല, നമുക്ക് ത്രെഡ് വേസ്റ്റ് ആവുകയില്ല. അപ്പോൾ ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്